നമ്മുടെ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം എണ്ണ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഒഴിക്കാറുള്ളൂ. അപ്പോൾ ഈ എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4 കഷ്ണം 4 അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് ചേർക്കാം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും. അത് നല്ല രസമാണ്. അതിലേക്ക് നമുക്ക് വലിയ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യാറ്. ഇങ്ങനെ ചേന്തിയതുപോലെ നേരെ വട്ടത്തിലല്ല കട്ട് ചെയ്യാറ്. അപ്പോൾ ഇത് കാണാനും ഒരു ഭംഗിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. അതായത് ഈ സവോളയുടെ ആ ഒരു പച്ച ഇത് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് തക്കാളിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം കൂടി വരും. അപ്പം നമുക്ക് അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ പോയതിന് ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഉള്ളി ആയതുകൊണ്ട് തന്നെ ആദ്യം കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെ ഫ്ലെയിം കുറച്ചാൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് കണക്കൊന്നും നോക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറാവാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി നൈസായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യമേ തന്നെ കുറേ മല്ലിയില അങ്ങ് മുറിച്ച് വയ്ക്കും. എന്നിട്ട് ഓരോരോ ഘട്ടം ഘട്ടം ആവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ടു. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ ഒരു കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഈ കുഞ്ഞു സ്പൂണിൻ്റെ അളവിനാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു കുഞ്ഞു സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അധികം എരിവ് വേണ്ടല്ലോ, ഓൾറെഡി നമ്മൾ പച്ചമുളകിൽ എരിവ് വരുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് 6 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ കുഞ്ഞു സ്പൂൺ 6 സ്പൂണാണ് എടുക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലായാലും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 6 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതായത് നമ്മുടെ മല്ലിപ്പൊടിയുടെ അളവാണ് കൂടുതൽ വരുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ച ചെവയൊക്കെ പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ചിക്കൻ മസാലയാണ്. അതും ഈ പറയുന്ന പോലെ ഒരു 4 സ്പൂൺ, ആ കുഞ്ഞു സ്പൂണിന് ഒരു 4 സ്പൂൺ കണക്കിന് എടുത്താൽ മതി. അധികം ചിക്കൻ മസാല ആയാൽ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി നമ്മൾ പൊടീനെ എണ്ണ ഒഴിക്കാതെ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നതും എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കുന്നതും രണ്ടും 2 രീതിയാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയിൽ മൂത്തെടുക്കുന്ന ആ ഒരു പൊടിക്കൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ കുറച്ചൊരു പൊടിക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി നല്ല സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആ പൊടിയുടെയൊക്കെ നിറം മാറുമ്പോൾ തന്നെ നമുക്ക് ആ കറി നല്ല സെറ്റപ്പ് ആയിരിക്കും എന്ന് വിചാരിക്കാം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചിക്കനെയാണ്. അപ്പോൾ ചിക്കൻ ഒരു 1 കിലോ ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതായത് ചിക്കൻ കഴുകി മറ്റേ അരിപ്പപാത്രമില്ലേ, അതിൽ വെള്ളം പോകാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ കറി വയ്ക്കാൻ എടുക്കാറ്. അതിലെ മാക്സിമം വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം. അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് അടിയിലത്തെ മസാലേനെയൊക്കെ മേലേക്കൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമില്ല. ഈ ചിക്കൻ അത്രയ്ക്ക് നല്ല ഫ്രഷ് ആയിരിക്കുകയാണ്. കാരണം അതിലെ വെള്ളമൊക്കെ ഊറി പോയിട്ടുണ്ട്. അതിനാണ് അരിപ്പ പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചിക്കൻ എന്തിനെടുക്കുവാണെങ്കിലും ചിക്കൻ എന്ത് വേണം, അരിപ്പ പാത്രത്തിലിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം എടുക്കുക. അതിൽ വെള്ളമൊക്കെ പോയിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാമല്ലോ. കൂടുതലായി പോയാൽ 8ൻ്റെ പണി കിട്ടും. എൻ്റെ ഹസ്സിനൊക്കെ ആണെങ്കിൽ ഉപ്പ് അരികത്തൂടി പോയാൽ മതി. അധികം ഉപ്പ് ഇഷ്ടേയല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. അതിൻ്റെ മസാലയൊക്കെ എല്ലായിടത്തുമായി. അപ്പോൾ അതിന് ഇതുപോലെ മാക്സിമം അതിലേക്ക് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തേങ്ങ വറുക്കാനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഓൾറെഡി ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്.
ഇനി എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങ മുഴുവനും ഇല്ല, ഒരു 1/4 ഭാഗം അത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ തേങ്ങ മൊത്തം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ഇല്ലേ അതിട്ട് കൊടുത്തു. ഒരു 3-4-5 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ തേങ്ങ വറക്കുന്ന സമയത്ത് ചെറുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വറുത്തരച്ച സാധനം എടുക്കുന്ന സമയത്ത്. അതുപോലെ കരിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കറിവേപ്പില കടയിൽ നിന്ന് മേടിക്കുന്ന എനിക്കിഷ്ടമല്ല, വീട്ടിലോട്ട് അത് ഇല്ലതാനും. അതുകൊണ്ടാണ് കറിവേപ്പിലേനെ എൻ്റെ വീഡിയോയിലൊന്നും കാണാത്തത് കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ ഇടാം. ഉലുവയും ജീരകമൊക്കെ ഇട്ട് വറക്കുന്നവരുണ്ട്, പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് വറുത്തെടുക്കാം, മൂപ്പിച്ചെടുക്കാം. പിന്നെ ചിലർ ഇതിലേക്ക് കണ്ടമാനം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പം വെളിച്ചെണ്ണ കുറേ ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ലോണം മൂത്ത് കിട്ടും. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട്. എനിക്ക് ഓവർ എണ്ണ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പണിക്ക് പോകാത്തത്. പിന്നെ ഇതിലത്തെ ഈ ചെറുള്ളിയൊക്കെ ഇങ്ങനെ കുത്തി പൊട്ടിക്കുക എന്നതാണ് എൻ്റെ ഒരു വിനോദം കേട്ടോ. എന്താണെന്നറിയില്ല, അതിനിങ്ങനെ പൊട്ടിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കറി വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വെറുതെ അത് കുത്തി പൊട്ടിക്കുന്നതാണ്. ഇനി ഇതിൽ വെളുത്തുള്ളി ഇതുപോലെ തന്നെ പൊട്ടിച്ചെടുക്കും കേട്ടോ, അതും ഒരു രസമാണ്. വെറുതെ വെളുത്തുള്ളീൻ്റെ നടുവേ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചട്ടുകം കൊണ്ട്. വെറുതെ ഒരു രസം, ജസ്റ്റ് ഫോർ എ രസം. ഓക്കെ, അപ്പം ഇതുപോലെ അങ്ങ് ഇളക്കി മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഓവർ എണ്ണ ചേർക്കാതെ കുറച്ച് എണ്ണയിൽ മാത്രം നമ്മൾ ഇത് വറുത്തെടുക്കുന്നതുകൊണ്ട് കുറേ സമയം ഇതിനെ ഒന്ന് ഇളക്കി നിൽക്കണം. അതായത് സിമ്മിലും ഫുള്ളിലും ഒക്കെ ഇട്ടിട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ കുറേ എണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വേഗം ഇത് മൂത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ മൂപ്പ് കണക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ആറാൻ വെച്ചത് ഒരു വാഴയിലയിലാണ്. അതായത് വാഴയിലാവുമ്പം അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് വാഴയിലയിൽ വെച്ചത്. അപ്പോൾ ഇനി നമുക്കിതാ ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അത്ര വെള്ളം ഊറാൻ വെച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടതെങ്കിലും ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പം വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇതിനെ പൊത്തി വെച്ച് വേവിക്കാം. നമ്മുടെ വറുത്ത തേങ്ങ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ച തേങ്ങ കുറച്ച് അരച്ചെടുക്കാം. ഒരു 1/4 മുറി തേങ്ങയാണ്, അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാതെ ചിക്കനിലേക്ക് ചേർത്തു. അത് ഈ ഒരു സമയത്ത് നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ അരച്ച ജാറിലുള്ള ആ വെള്ളം ആ തേങ്ങ നമ്മളിങ്ങനെ കഴുകിയെടുക്കുമല്ലോ, അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലാതെ ഓവർ വെള്ളം ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല. ആ പച്ചത്തേങ്ങ അരച്ചതിനെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കുന്നു, വേവിക്കുന്നു. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പച്ച തേങ്ങയൊക്കെ വെന്ത് വന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ ആറാൻ വെച്ച വറുത്ത സംഭവങ്ങളൊക്കെ അരച്ചു. ഇതിൻ്റെ ഇങ്ങനെ കളർ ഇരിക്കാൻ കാരണം ഞാൻ വെള്ളം ചേർത്തിട്ടാണ് അരച്ചത് കേട്ടോ. അതുകൊണ്ടാണ് വറുത്ത അരച്ചതിന് ഇങ്ങനത്തെ ഒരു കളറ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം എണ്ണയിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുത്തതെങ്കിൽ വേറൊരു ബ്രൗൺ കളറിൽ വരും. അതായത് വെള്ളം ചേർക്കണ്ടല്ലോ. പക്ഷേ എനിക്ക് അങ്ങനെ ഓവർ എണ്ണ ഈ ചിക്കനിൽ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടാണ് തേങ്ങ അരച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത്. പക്ഷെ ഇത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും കളർ മാറി വരും കേട്ടോ. ഇത് ഈ നമ്മൾ വറുത്തരച്ച് ചേർത്ത കൂട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും കളറ് സെറ്റായി വന്നോളും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് ഉപ്പ് കണക്കിന് മാത്രമേ ചേർക്കാവേ, കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വല്ലാത്ത പ്രതിസന്ധിയിലായി പോവും. അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക. പ്രഷറൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം പോരാ എന്നുണ്ടെങ്കിൽ ഒരു പൊടിക്കും കൂടി കുറവുണ്ട്, അപ്പോൾ നമുക്ക് ആ ഒരു പൊടിക്കും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഉപ്പ് ചേർക്കാൻ പേടിയാണ്, കൂടിപ്പോയാൽ പിന്നെ പണി കിട്ടുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ധാരാളം ചാറുണ്ട് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ചാറുള്ള കറിയാണ്. നമ്മൾ നോർമലി പുളിശ്ശേരി അല്ലെങ്കിൽ സാമ്പാറൊക്കെ വെച്ചിട്ട് ചിക്കൻ കുറച്ചിങ്ങനെ എന്താ നല്ല ഫ്രൈ ആക്കി എടുത്തിട്ട് ഒരു തോരൻ ഒക്കെ ആയിട്ടാണ് നമുക്ക് കറി വരിക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ ചാറായിട്ടാണ് കറി വെക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ചാറ് കറി വേണ്ട, ജസ്റ്റ് ഒരു തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോരെ. അപ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ ചാറ് കറി വെക്കുന്നത് കേട്ടോ, വറുത്തരച്ചിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടുകത്തി നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മല്ലിയില കൂടി ഇതുപോലെ വിതറി കൊടുക്കാം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
ചിക്കൻ ഇതുപോലെ ചാറുകറിയായിട്ട് വെക്കുകയാണെങ്കിൽ വേറെ ചാറുകറിയുടെ ആവശ്യമില്ല. ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ചോറിന് ഏതിന് വേണമെങ്കിലും ഇത് കംഫർട്ടബിൾ ആണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.